ഡെലൂലു എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഒരു ഫാന്റസി എലമെന്റ് ആണ്. സാർ അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട് വർമ്മ സാറേ. ഞാൻ ഈ പറയുന്ന 11 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ദ ഫസ്റ്റ് തിങ് യു ഷുഡ് റിമെമ്പർ ഈസ് അബൌട്ട് എ ലിറ്റററി സ്റ്റൈൽ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഇതൊരു റിവിഷൻ ആയിട്ടും ഇനി പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണോ ആയിട്ട് ഉപയോഗിക്കാം. അദ്ദേഹം ആകാശത്തേക്ക് പതുക്കെ 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 ഇങ്ങനെ പറന്നു പോവാണ്. Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. SSLC ഇംഗ്ലീഷിൽ നമ്മൾ ഹരിശ്രീ കുറിക്കുന്ന ചാപ്റ്റർ, ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് SSLC ഇംഗ്ലീഷ്, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ഈ ഒരു ചാപ്റ്റർ വളരെ കോംപ്രിഹെൻസീവായി ഒരു ഓവറോൾ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം വെറും 11 പോയിന്റ്സ് വെച്ചിട്ട്. ഞാൻ ഈ പറയുന്ന 11 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഇതാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. സോ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഇതൊരു റിവിഷൻ ആയിട്ടും ഇനി പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണോ ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് സർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരോ? അതാരാണ് സർ? അത് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലെ കുട്ടികളാണ്. ഓൾറെഡി 13,000-ലധികം അഡ്മിഷൻ നമുക്കായിട്ടുണ്ട്. അവരൊക്കെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഗംഭീരമായി ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് സിസ്റ്റമാറ്റിക് ആയി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവർക്ക് ഇതൊരു റിവിഷൻ കൂടെയാണ്. ആൻഡ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇതുവരെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേഗം തന്നെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കാം. ആൻഡ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് അസ്ത്ര ബാച്ച് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിന് എങ്ങനെയാണ് അസ്ത്ര ബാച്ചിൽ പഠിച്ചത് എന്നുള്ള നിങ്ങളുടെ അനുഭവം, എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ അതേ ഫീഡ്ബാക്സ് ഒന്ന് ഇവിടെ പറയുക. ലെറ്റ് ദ വേൾഡ് നോ അബൌട്ട് അവർ അസ്ത്ര ബാച്ച്, ലെറ്റ് ദ വേൾഡ് നോ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് അവർ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. Before we are entering the chapter, let's learn about the author, Gabriel Garcia Marquez. A very old man with enormous wings എന്ന് പറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് എന്ന് പറഞ്ഞ ഒരു കൊളംബിയൻ റൈറ്ററാണ്. കൊളംബിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ബ്രസീലും അർജന്റീനയും ഉറുഗ്വേയും ഒക്കെ ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഒന്നാണ്. ആൻഡ് മാർക്വേസ് വാസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century ലിറ്ററേച്ചർ. 20ാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട, സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് മാർക്വേസ്. ആൻഡ് ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 സാഹിത്യത്തിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് Marquez, Gabriel Garcia Marquez, the first thing you should remember is about a literary style. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ലിറ്റററി സ്റ്റൈലിൻ്റെ പേരാണ്. അതിൻ്റെ പേര് മാജിക്കൽ റിയലിസം എന്നാണ്. നോക്കൂ, ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ പോപ്പുലറൈസിങ് മാജിക്കൽ റിയലിസം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ഒരു ലിറ്റററി സ്റ്റൈൽ ഫേമസ് ആക്കിയതിനാണ്, പോപ്പുലറൈസ് ആക്കിയതിനാണ്. നോക്കൂ, എ ലിറ്റററി സ്റ്റൈൽ ദാറ്റ് ബ്ലെൻഡ്സ് ഫാൻറ്റസി വിത്ത് എവ്രിഡേ റിയാലിറ്റി. എന്താണ് മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം ഒരു ലിറ്റററി സ്റ്റൈലാണ്, സാഹിത്യ ശൈലിയാണ്, എഴുത്ത് രീതിയാണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് ബ്ലെൻഡ്സ്, ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നു, കൂട്ടിക്കലർത്തുന്നു. എന്തിനെ? ഫാൻറ്റസിയെ, അത്ഭുതങ്ങളെ എന്തുമായിട്ട്? എവ്രിഡേ റിയാലിറ്റിയുമായിട്ട്, ദൈനംദിന യാഥാർത്ഥ്യവുമായിട്ട്, ഓർഡിനറി സെറ്റിങ്ങുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ഇതാണ് മാജിക്കൽ റിയലിസം. ആൻഡ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സർ മാജിക്കൽ റിയലിസം എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്? 3 പോയിന്റ്സ് ആണ് എൻ്റെ കുട്ടികൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. പോയിന്റ് നമ്പർ 1, മാജിക്കൽ റിയലിസം ഈസ് എ ലിറ്റററി സ്റ്റൈൽ. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഒരു എഴുത്ത് ശൈലിയാണ്. പോയിന്റ് നമ്പർ 2, എന്താണ് അതിൽ സംഭവിക്കുന്നത്? ഇറ്റ് ബ്ലെൻഡ്സ്, കൂട്ടിക്കലർത്തുന്നു, മിക്സ് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. എന്തിനെ? ഫാൻറ്റസി എലമെൻസിനെ അല്ലെങ്കിൽ മാജിക്കൽ ഇവൻസിനെ എവ്രിഡേ റിയാലിറ്റിയുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, മാജിക്കൽ റിയലിസം ഈസ് എ ലിറ്റററി സ്റ്റൈൽ വിച്ച് ബ്ലെൻഡ്സ് മാജിക്കൽ ഇവൻറ്റ്സ് ഓർ ഫാൻറ്റസി എലമെൻറ്റ്സ് വിത്ത് എവ്രിഡേ റിയാലിറ്റി.
ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കണം. മൂന്നാമത്തെ കാര്യം, അതായത് എവറിഡേ റിയാലിറ്റിയിൽ, ഒരു ഓർഡിനറി സെറ്റിങ്ങിൽ, ഒരു സാധാരണ സംഭവ സ്ഥലത്ത് ഈ മാജിക്കൽ ഇവൻറ്റ്സ് നടക്കുമ്പോഴും ആ കഥയിലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആ മാജിക്കൽ ഇവൻറ്റ്സിനെ, ഫാൻറ്റസി എലമെൻറ്റിനെ നോർമലായിട്ടാണ് എന്ത് ചെയ്യുക, പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടേഴ്സ് കൺസിഡർ ദിസ് മാജിക്കൽ ഇവൻറ്റ്സ് ആസ് നോർമൽ. ഇതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ ഏറ്റവും സിമ്പിളായി ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. ആൻഡ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഗംഭീരമായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി നിങ്ങൾ എന്നോട് മാജിക്കൽ റിയലിസത്തിന് ഞങ്ങൾക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഈയിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സർവമായ എന്ന് പറഞ്ഞ മൂവി. നോക്കൂ, ആ സർവമായ എന്ന് പറഞ്ഞ മൂവിയിൽ നിവിൻ പോളി പോർട്രേ ചെയ്ത ക്യാരക്ടർ ഉണ്ട്. ഏതാണ്? പ്രഭേന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടർ, പ്രഭ അല്ലേ. ഡെലുലു എന്ന് പറഞ്ഞ ക്യാരക്ടറും ഉണ്ട്. ഒരു കാഴ്ചക്കാരൻ, ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടറിയാം ഡെലുലു എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഒരു ഫാൻറ്റസി എലമെൻ്റ് ആണ്. എന്താണ്? ഒരു ഫാൻറ്റസി എലമെൻ്റ് ആണ്. എന്നാൽ പ്രഭേന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാൻറ്റസി എലമെന്റ് അല്ലെങ്കിൽ ഡെലുലു എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റിയാണ്. നമുക്കറിയാം എന്ത് അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ പ്രഭേന്ദുവിന് കാണാനും കേൾക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. അത് റിയാലിറ്റിയാണ്. ആ ക്യാരക്ടറിന് ആ ഡെലുലു എന്ന് പറഞ്ഞ ആ ഒരു ഫാൻറ്റസി എലമെന്റ് നോർമലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, മാജിക്കൽ റിയലിസം ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് പെലേയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ്. PELAYO. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ എഴുതിയ സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇതിൽ ആളുകളുടെ പേര്, ക്യാരക്ടേഴ്സിൻ്റെ നെയിം നമുക്ക് അത്ര ഫെമിലിയർ ആവണമെന്നില്ല. ഒരു ഭാസ്കർ എന്നോ മജീദ് എന്നോ ജോസഫ് എന്നോ ഒന്നും ആവണമെന്നില്ല. സോ ഐ വാണ്ട് യു ടു റിമെമ്പർ ദ നെയിം പെലേയോ. സോ പെലേയോ ഒരു ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരനായ മനുഷ്യനാണ്. ബെയിലിഫ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. നമ്മുടെ നാട്ടിൽ ഒരു കോൺസ്റ്റബിളിനൊക്കെ ഇക്വിവലൻ്റ് ആയിട്ടുള്ള വളരെ സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന പെലേയോ എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട് ഒരു കോസ്റ്റൽ വില്ലേജിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ വില്ലേജിൻ്റെ പേരൊന്നും ഈ ചാപ്റ്ററിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. കാരണം ഈ ചാപ്റ്ററിൽ മൊത്തം ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു നിഗൂഢതയുണ്ട്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഈ വില്ലേജിൻ്റെ പേര് എവിടെയും പറയുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും ഈ കഥ നടക്കുന്നത് ഒരു കോസ്റ്റൽ വില്ലേജിലാണ്, ഒരു തീരദേശ ഗ്രാമത്തിലാണ്. ഈ കോസ്റ്റൽ വില്ലേജിൽ പെലേയോടെ വീട്, ഓക്കെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കോർട്ട്യാർഡിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു നൂൺ ടൈമിൽ ലൈറ്റ് ഭയങ്കര കുറവാണ്, ഡള്ളാണ് ലൈറ്റ് ഭയങ്കര വീക്കാണ്. ഉച്ച സമയമായിട്ട് പോലും ലൈറ്റ് വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ പെലേയോ വീട്ടിലേക്ക് വരുവാണ്. എന്തോ ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. ലാറ്റിൻ അമേരിക്കയിൽ എവിടെയോ ആണ് ഈ ഗ്രാമം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു കോസ്റ്റൽ ടൗൺ ആണ്. പെലേയുടെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് ഈ കഥ നടക്കുന്നത്. ഉച്ചയാണ് സമയം, പക്ഷെ അവിടെയും ഭയങ്കര ഇരുട്ടാണ്. ഉച്ചയായിട്ട് പോലും ഭയങ്കര ഇരുട്ടാണ്. Peleo saw a very old man with enormous wings lying face down in the mud. അവിടെ തന്നെ ഈ ചാപ്റ്ററിൽ മാജിക്കൽ റിയലിസം കൊണ്ടുവരികയാണ്. നോക്കൂ, പെലേയോ മുറ്റത്ത് ആരെ കണ്ടു എന്നാണ് പറയുന്നത്. പെലേയോ മുറ്റത്ത് ഒരു തെങ്ങിന്ന് വീണ തേങ്ങ വീണ് കിടക്കുന്നതോ ചക്ക വീണ് കിടക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഫൈൻ. ബട്ട് പെലേയോ കണ്ടത് ആരെയായിരുന്നു? എ വെരി ഓൾഡ് മാൻ, ഒരു വൃദ്ധനായ മനുഷ്യനെ ആയിരുന്നു. സർ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട് വർമ്മ സാറേ. ഹി സോ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. വലിയ ചിറകുകളുള്ള, ഇനോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി ഹ്യൂജ് എന്നാണ്. വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനായ മനുഷ്യനെ എന്ത് ചെയ്യാണ്? തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ചെളിയിൽ കിടക്കുവാണ്. ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മുഖം ചളിയിൽ പൂത്തിക്കൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഇൻ ദ കോർട്ട്യാർഡ് ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ഞാൻ പറഞ്ഞു അല്ലേ, ആ മനുഷ്യൻ എങ്ങനെയാണ് കിടക്കുന്നത്? ചെളിയിൽ മുഖം പൂത്തിക്കൊണ്ടാണ് കിടക്കുന്നത്. He could not stand up because of his huge enormous wings. അദ്ദേഹത്തിൻ്റെ ആ വലിയ ചിറകുകൾ കാരണം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് അസ്യൂം ദി സിറ്റുവേഷൻ. നിങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുന്നു, നല്ല ഇരുട്ടാണ്, ഉച്ചയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ എന്തോ ഒന്ന് അനങ്ങുന്നത്, മൂവ് ചെയ്യുന്നത്, ഗ്രോൺ ചെയ്യുന്നത്, മുരളുന്നത് നിങ്ങൾ കേൾക്കുവാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ കാണുകയാണ് എന്ത്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇല്ല സാർ, എനിക്ക് അവസ്ഥയൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ ബോധം കിട്ടും, പിന്നെ ബാക്കി കഥ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ കഥ മുന്നോട്ട് പോകുന്നുണ്ട്.
The old man looked very poor and weak. The old man looked എന്ന് വെച്ചാൽ അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹത്തെ എങ്ങനെയാണ് കാണപ്പെട്ടത്? വെരി പുവർ, വളരെ മോശം അവസ്ഥയിലാണ്, വളരെ അവശനായ അവസ്ഥയിലാണ്. ആൻഡ് വീക്ക് ആണ്, ടയേർഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്, അങ്ങേയറ്റം ക്ഷീണിതനാണ്. He had very little hair and only a few teeth. അദ്ദേഹത്തിൻ്റെ ഈ കഷണ്ടി തലയിൽ, ബാൾഡ് സ്കള്ളിൽ വളരെ കുറച്ച് മുടികളും വായിൽ വളരെ കുറച്ച് പല്ലുകളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഓൾഡ് മാൻ, ഇനോമസ് വിങ്സ്, പക്ഷേ അദ്ദേഹത്തെ കാണാൻ വളരെ മജസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് അല്ല, നേരെ മറിച്ച് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. His wings were dirty and entangled in the mud. അദ്ദേഹത്തിൻ്റെ ചിറകുകൾ ഡേർട്ടി ആയിരുന്നു, അഴുക്ക് നിറഞ്ഞതായിരുന്നു, മഡിൽ, ചെളിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻടാങ്കിൾ, ട്രാപ്പ്ഡ്, കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് പെലയോ ട്രൈ ടു സ്പീക്ക് ടു ഹിം. ഈ സമയത്ത് പെലയോ തൻ്റെ വൈഫായിട്ടുള്ള എലിസെൻഡ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ, പെലയുടെ വൈഫിൻ്റെ പേര് എലിസെൻഡ എന്നാണ്. സോ ഈ സമയത്ത് പെലയോ ആരെയും വിളിച്ചു വരുന്നുണ്ട്? തൻ്റെ വൈഫായിട്ടുള്ള എലിസെൻഡയെ വിളിച്ചു വരുന്നുണ്ട്. ആൻഡ് ദേ ബോത്ത് ട്രൈ ടു സ്പീക്ക് ടു ഹിം, ദേ ബോത്ത് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. പക്ഷെ എന്താ സംഭവിച്ചത്? ദ ഓൾഡ് മാൻ സ്പോക്ക് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ഓൾഡ് മാൻ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ ഏതോ ഭാഷയിലാണ് സംസാരിച്ചത്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞ ഫ്രേസിൻ്റെ മീനിങ് അൺനോൺ ലാംഗ്വേജ് എന്നാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷ എന്നാണ്. ബേസിക്കലി ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ പറ്റാത്ത എന്നും. ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയുടെ വാരിയേഷൻ, ലോക്കൽ വാരിയേഷനാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് വെച്ചാൽ അൺനോൺ ലാംഗ്വേജ് എന്നാണ്. സോ നമ്മുടെ ഓൾഡ് മാൻ സംസാരിക്കുന്നത് ഒരു അൺനോൺ ലാംഗ്വേജിലാണ്. ഹിസ് വോയിസ് സൗണ്ടഡ് ലൈക്ക് എ സെയിലർ. എന്നാലും അദ്ദേഹത്തിൻ്റെ സൗണ്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സെയിലറിൻ്റെ ശബ്ദം പോലെ, ഒരു നാവികൻ്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു. നോട്ട് ദ ലാംഗ്വേജ് ബട്ട് ദ സൗണ്ട്. ദേ തോട്ട് ഹി വാസ് എ കാസ്റ്റ് അവേ ഫ്രം എ ഷിപ്പ്. അപ്പോൾ പെലയും എലിസെൻഡയും വിചാരിച്ചു, ഇദ്ദേഹം ആരായിരിക്കാൻ സാധ്യതയുണ്ട്? ഇദ്ദേഹം ഒരു കാസ്റ്റവേ ആവാൻ സാധ്യതയുണ്ട്. എന്താണ് കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞ ആളെയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയാം. കപ്പൽ അപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞ ആളുകളെയാണ്, അല്ലെങ്കിൽ ആളെയാണ് നമ്മൾ എന്ത് പറയുക? കാസ്റ്റവേ എന്ന് പറയാം. അപ്പോൾ ഒരു സെയിലറിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഇവർ അസ്യൂം ചെയ്യാണ് ഇദ്ദേഹം ഒരു കാസ്റ്റവേ ആവാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് വലിയ 2 ചിറകുകളുണ്ട്. ഹി ഹാഡ് ഇനോമസ് വിങ്സ്. എന്നിട്ടും ഇവർക്ക് വലിയ കുലുക്കമൊന്നുമില്ല. ഇനീഷ്യലി അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇനീഷ്യലി അവർ കുറച്ച് പസിൽഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് അവർ ഫെമിലിയർ ആയപ്പോൾ അവർ വിചാരിക്കണം ഇദ്ദേഹം ഒരു കാസ്റ്റവേ ആയിരിക്കും. നോക്കൂ, 2 ചിറകുകളുണ്ട്. ആൻഡ് ദേ ആർ കൺസിഡറിങ്, പെലയോ ആൻഡ് ഹിസ് വൈഫ് ആർ കൺസിഡറിങ് ദാറ്റ് വിങ്സ് ആസ് നോർമൽ, വിച്ച് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ മാജിക്കൽ റിയലിസം. നോക്കൂ, അപ്പോഴാണ് അവിടേക്ക് പുതിയൊരു ക്യാരക്ടർ വരുന്നത്. എ നെയ്ബർ വുമൺ, അയൽക്കാരിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വരികയാണ്. കെയിം ടു സീ ഹിം, അല്ലേ? ആരോ വന്ന് വീണിട്ടുണ്ട്, ആരോ മുറ്റത്ത് കിടപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു നെയ്ബർ വുമൺ, അയൽക്കാരിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നു. ഷീ സെഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ. അവളാണ് പറയുന്നത് ഇയാളൊരു ഏഞ്ചലാണ്, നിങ്ങൾക്ക് തെറ്റി, ഹി ഈസ് നോട്ട് എ കാസ്റ്റവേ ബട്ട് എൻ ഏഞ്ചൽ. പക്ഷെ അവിടെ ഒരു പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് കെയർഫുള്ളായി ഒബ്സർവ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെയാണ് ഇങ്ങനൊരു ഡിക്ലറേഷൻ, ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നത്. ഇദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഇദ്ദേഹം ഒരു ഏഞ്ചലാണ്, മാലാഖയാണ്. പക്ഷെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ വളരെ മജസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഡിവൈൻ ആയിട്ടുള്ള ലുക്കാണോ ഈ ഏഞ്ചലിനുള്ളത്? അല്ല, വളരെ പുവർ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, പത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഈ ഓൾഡ് മാൻ അല്ലെങ്കിൽ ഏഞ്ചലിനുള്ളത്. ഷീ ബിലീവ്ഡ് ദാറ്റ് ഹി ഹാഡ് കം ഫോർ ദ ചൈൽഡ്. ഈ നെയ്ബർ മൂൺ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏഞ്ചൽ ആർക്ക് വേണ്ടി വന്നതാണ്? ഈ പെലയ്ക്കും എലിസെൻഡയ്ക്കും ഒരു കുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അസുഖമായിട്ട് കിടക്കുമായിരുന്നു, ആ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്നാണ് നെയ്ബർ വുമൻ്റെ വാദം, അഭിപ്രായം. ആൻഡ് ഈ മഴ പെയ്ത സമയത്ത്, നല്ല മഴയുള്ളത് കൊണ്ട് നമ്മുടെ ഓൾഡ് മാൻ വളരെ വീക്കായതുകൊണ്ട് മഴയത്ത്, അല്ലെങ്കിൽ ആ മഴ അയാളെ തള്ളി താഴെ ഇട്ടതാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് ആരെത്തുവാണ്? നെയ്ബർ വുമൺ എത്തുവാണ്. സോ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ചുറ്റുവട്ടത്തെ നെയ്ബർഹുഡിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നു. എന്ത്? ഒരു ഏഞ്ചൽ എന്ത് ചെയ്തിരിക്കുന്നു? പെലയുടെ മുറ്റത്ത് വന്ന് വീണിരിക്കുന്നു. ഒരു ഏഞ്ചൽ, ഒരു മാലാഖ പെലയുടെ മുറ്റത്ത് വീണ് വന്നിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇനീഷ്യലി
പെലെയോ വാസ് അൺഷുവർ അബൌട്ട് വാട്ട് ടു ഡു വിത്ത് ദിസ് ഓൾഡ് മാൻ. എന്താണ് ഇയാളെ കൊണ്ട് ചെയ്യുക എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് കൈൻഡ് ഓഫ് അഫ്രൈഡ്, ഹി വാസ് കൈൻഡ് ഓഫ് ഫ്രൈറ്റൺ. കാരണം ഇതെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സോ കുറച്ച് നേരം, ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെയുള്ള സമയത്ത് അദ്ദേഹം ഒരു വടിയുമായിട്ട്, ബെയിലിഫിന്റെ സ്റ്റിക്കുമായിട്ട് കാത്തു നിൽപ്പുണ്ട് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു? പെലെയോ ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. പെലെയോ നമ്മുടെ ഓൾഡ് മാനെ എവിടെ ലോക്ക് ചെയ്യാണ്? ഒരു ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്യാണ്, ഒരു കോഴിക്കൂട്ടിൽ അടച്ചിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ പെലെയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഓൾഡ് മാനെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ, ഒരു സിമ്പതിയും ഇല്ലാതെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോഴിക്കൂട്ടിലാണ് അദ്ദേഹത്തെ കൊണ്ട് ചടയ്ക്കുന്നത്. ദ നെക്സ്റ്റ് ഡേ മെനി പീപ്പിൾ കെയിം ടു സീ ദ ഏഞ്ചൽ. പിറ്റേ ദിവസം ഒരുപാട് ആളുകൾ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് പീപ്പിൾ ആർ ക്യൂരിയസ്. ആളുകൾക്ക് ക്യൂരിയോസിറ്റി അടയ്ക്കാനാവാതെ പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ദേ ട്രീറ്റഡ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ ആൻഡ് ഷോഡ് ഹിം നോ റെസ്പെക്ട്. ദിസ് ഈസ് ദ പ്രോബ്ലം. നോക്കൂ, ഇവിടെ ആളുകൾ ആ ഓൾഡ് മാനെ അല്ലെങ്കിൽ ഏഞ്ചലിനെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദേ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ ആസ് എ സർക്കസ് ആനിമൽ, ആസ് എ ഷോ പീസ്, ഒരു കാഴ്ച വസ്തുവായി, ഒരു സർക്കസ് ആനിമൽ ആയിട്ടാണ് ആരെ ട്രീറ്റ് ചെയ്യുന്നത്? ഓൾഡ് മാനെ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇനീഷ്യലി ആളുകളുടെ വികാരം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ ആ ക്യൂരിയോസിറ്റി എന്താവുന്നുണ്ട്? ക്രൂവൽറ്റി ആവുന്നുണ്ട് എന്ന് ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞു, അസ്ത്ര ബാച്ചിൽ നമ്മൾ ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണ്. എനിക്കറിയാം നിങ്ങളുടെ ഫീഡ്ബാക്സ്, അസ്ത്ര ബാച്ചിലെ കുട്ടികളുടെ പ്രത്യേകിച്ച് ഫീഡ്ബാക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അവിടെ നമ്മൾ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ എക്സാം പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ. The next day, many people came to see the angel. They treated him like a circus animal and showed him no respect. അല്ലേ? അവർ എന്ത് ചെയ്യുന്നുണ്ട്? They plucked his feathers. അവർ അദ്ദേഹത്തിൻ്റെ തൂവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ച് പറിക്കുന്നുണ്ട്, പ്ലക്ക് ചെയ്യുന്നുണ്ട്, പറിച്ചെടുക്കുന്നുണ്ട്. ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, അദ്ദേഹത്തിന് നേരെ കല്ലുകൾ എറിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദ കപ്പിൾ സ്റ്റാർട്ടഡ് ചാർജിങ് മണി ഫ്രം വിസിറ്റേഴ്സ്. സോ ഇവിടെ നമ്മൾ മനുഷ്യരുടെ സെൽഫിഷ് ആയിട്ടുള്ള, ഗ്രീഡി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണാം. അതായത് ഇത്രയും ആളുകൾ അവിടെ വന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ദേ ഹാഡ് ടു കോൾ ട്രൂപ്പ് ടു ഡിസ്പേഴ്സ് ദ മോബ്. അവർക്ക് ഈ കൂടി നിന്ന ആളുകളെ, മോബിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി, അവരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ട്രൂപ്പിനെ വിളിക്കേണ്ടി വന്നു, പട്ടാളത്തെ വിളിക്കേണ്ടി വന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ ഗ്രാജുവലി ദേ ടുക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് മണി. ദേ ടുക്ക് ഇറ്റ് ഓർ ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് മണി. അവർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആരെ കണ്ടു? ഈ ഓൾഡ് മാനെ കണ്ടു. നോക്കൂ, ദ കപ്പിൾ സ്റ്റാർട്ടഡ് ചാർജിങ് മണി ഫ്രം വിസിറ്റേഴ്സ്. അവർ ആദ്യം ചെയ്തത്, അവരവരുടെ വീടിന് ചുറ്റും എന്ത് ചെയ്തു? ഒരു ഫെൻസ് കെട്ടി, ഒരു വേലി കെട്ടി. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ചാർജിങ് മണി ഫ്രം പീപ്പിൾ, വിസിറ്റേഴ്സ് അല്ലേ? വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാൻ വേണ്ടി തുടങ്ങി. ദ കോർട്ട്യാർഡ് ബിക്കെയിം ക്രൗഡഡ്. കോർട്ട്യാർഡ് എന്താവുകയാണ്? ക്രൗഡഡ് ആവുകയാണ്. അവരുടെ മുറ്റം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിയാണ്. പീപ്പിൾ കെയിം ഫ്രം ഫാർ അവേ പ്ലേസസ് ടു സീ മിറാക്കിൾസ്, എക്സ്പെക്ടിങ് മിറാക്കിൾസ്. ദൂരദേശത്ത് നിന്ന് പോലും ആളുകൾ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി, ഇദ്ദേഹം എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികൾ, മിറാക്കിൾസ് പെർഫോം ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. The angel showed great patience. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, പേഷ്യൻസ് seemed to be his only supernatural virtue. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അമാനുഷികമായിട്ടുള്ള കഴിവായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷമ മാത്രമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ മിസ്ട്രീറ്റ്മെൻറ്റ്സ് ഫ്രം ദ പീപ്പിൾ. ഈ മനുഷ്യരുടെയൊക്കെ മിസ്ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ടും, മോശമായ ഇടപെടൽ ഉണ്ടായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ദ ഏഞ്ചൽ ഷോഡ് ഗ്രേറ്റ് പേഷ്യൻസ്. അദ്ദേഹം വലിയ ക്ഷമ കാണിക്കുന്നു. പീപ്പിൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ആളുകൾ അദ്ദേഹത്തിന് നേരെ കല്ലെറിയുന്നുണ്ട്. പുൾഡ് ഹിസ് ഫെദേഴ്സ്. അദ്ദേഹത്തിൻ്റെ ചിറകുകൾ പിടിച്ച് വലിക്കുന്നുണ്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് റിയാക്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? റിയാക്ട് ചെയ്യുന്നില്ല, അതിനോട് പ്രതികരിക്കുന്നില്ല. ആ സമയത്താണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ടൗണിൽ, ഈ വില്ലേജിനടുത്തുള്ള ടൗണിൽ ഒരു സ്പൈഡർ വുമൺ ഷോ വരുന്നു. ആര് വരുന്നു? ഒരു സ്പൈഡർ വുമൺ വരുന്നു. ഈ സ്പൈഡർ വുമണിൻ്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതും ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ സ്പൈഡർ വുമൺ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ, ഈ ഒരു വുമണ് പെട്ടെന്നുള്ളൊരു ബേസ്റ്റ് ഓഫ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഒരു പെട്ടെന്നുള്ള ഇടിയും മിന്നലും ഏറ്റത് കാരണം ആ സ്ത്രീ എന്തായിത്തീരുന്നു? ഒരു സ്പൈഡർ വുമൺ ആയിത്തീരുന്നു. അങ്ങനെ ഒരു സ്പൈഡർ വുമണിൻ്റെ ഷോ, ആ സ്പൈഡർ വുമണുള്ള ഒരു ഷോ അവരുടെ നാട്ടിലേക്ക് വരുവാണ്, അവരുടെ പട്ടണത്തിലേക്ക് വരുവാണ്. എഗെയിൻ സ്പൈഡർ വുമൺ എന്ന് പറയുന്നതും എന്തൊരു എക്സാമ്പിളാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് പോലെ
മാജിക്കൽ റിയലിസത്തിന് എക്സാമ്പിൾ ആണ്, മറന്നു പോകരുത്. എ സ്പൈഡർ വുമൺ ഷോ കെയിം ടു ദ ടൗൺ. ഹെർ സ്റ്റോറി വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അവളുടെ കഥ ആളുകൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഇടിയും മിന്നലും ഏൽക്കുന്നു, സാധാരണ ഒരു സ്ത്രീ എന്താവുന്നു, സ്പൈഡർ വുമണായി തീരുന്നു. പക്ഷെ ഓൾഡ് മാൻ്റെ കഥ ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ദ ടിക്കറ്റ് വാസ് ചീപ്പ്. അവളെ കാണാനുള്ള ടിക്കറ്റ് പ്രൈസും എന്തായിരുന്നു, തുച്ഛമായിരുന്നു, ചീപ്പായിരുന്നു. സോ പീപ്പിൾ വെൻ ടു സീ ഹർ. സോ നമ്മുടെ ഓൾഡ് മാനെ ആളുകൾ വിട്ടു ഒഴിച്ചു പോയി. കാരണം ആളുകളുടെ ക്യൂരിയോസിറ്റി അത്രയേ ഉള്ളൂ. പീപ്പിൾ വെൻ ടു സീ ഹർ. ആളുകളൊക്കെ അവളെ കാണാൻ വേണ്ടി പോയി. ആൻഡ് ദ ഏഞ്ചൽ ലോസ്റ്റ് ഹിസ് പോപ്പുലാരിറ്റി. ഏഞ്ചലിന് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, പ്രശസ്തി നഷ്ടപ്പെടുന്നു. ദെൻ Peleo and Elisenda became rich and built a big mansion. By this time, Peleയും എലിസണ്ടയും ഒരുപാട് പൈസ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ മണി ദേ ഏൺ, ദേ ബിൽട്ട് എ ബിഗ് മാൻഷൻ. ഒരു വലിയ മണിമാളിക അവർ കിട്ടുവാണ്. ആൻഡ് ദേ ലിവ്ഡ് എ ലക്ഷൂറിയസ് ലൈഫ്. അല്ലേ, നോക്കൂ, ദേ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ദ ഏഞ്ചൽ. പക്ഷെ അവരൊരു ലക്ഷൂറിയസ് ആയിട്ട് ലൈഫ് നയിക്കുമ്പോഴും ദേ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഏഞ്ചൽ. ഏഞ്ചലിനെ അവർ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്, അവഗണിക്കുകയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽ ദേ ഏൺ ലോട്ട് ഓഫ് മണി, ദേ ആർ ലിവിങ് എ ലക്ഷൂറിയസ് ലൈഫ്. പക്ഷെ അതൊന്നും അവർ കൺസിഡർ ചെയ്തില്ല. കാരണം അവിടെ ആ ഏഞ്ചലിനോട് പെലെയോ ആയാലും എലിസൻ്റെ ആയാലും കമ്പാഷനേറ്റ് ആയിരുന്നില്ല. ആൻഡ് ഹി സ്റ്റേഡ് ഇൻ ദ ഡേർട്ടി ചിക്കൻ കൂപ്പ്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു, ആ ഡേർട്ടി, ദുർഗന്ധം വമിക്കുന്ന ആ ചിക്കൻ കൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്തു കുറച്ചു കാലം കൂടെ. ദ ഏഞ്ചൽ ബിക്കെയിം വെരി വീക്ക്. ഗ്രാജുവലി, പതുക്കെ ഏഞ്ചൽ വല്ലാതെ എന്താവുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട്, ഫിസിക്കലി ടയേർഡ് ആവുന്നുണ്ട്. ഹീ കുഡ് നോട്ട് ഈറ്റ് വെൽ. നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ബിക്കെയിം ഡൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മങ്ങുന്നു, ഡള്ളാവുന്നു, ഫോഗി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ദ കപ്പിൾ തോട്ട് ഹി വുഡ് ഡൈ. അവർ വിചാരിച്ചു, അയ്യോ ഇയാൾ മരിക്കാൻ പോവാണ്, ഇയാൾ നമുക്ക് പിന്നെ ഒരു ബാധ്യതയാവും എന്നവർ വിചാരിച്ചു. ബട്ട് ഹി സർവൈവ്ഡ് ദ ഹാർഷ് വിൻഡർ. പക്ഷേ അദ്ദേഹം മിറാക്കുലസ്ലി അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്, അടുത്ത വിൻ്റർ സീസൺ, മഞ്ഞുകാലം അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിജീവിക്കുന്നു, സർവൈവ് ചെയ്യുന്നു. ന്യൂ ഫെദേഴ്സ് ഗ്രൂ ഓൺ ഹിസ് വിങ്സ്. പുതിയ ഫെദേഴ്സ്, പുതിയ തൂവലുകൾ അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ മുളച്ചു വരുന്നു. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മാജിക്കൽ റിയലിസമാണ്. നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്നത് നമ്മൾ വൺസ് ഇതിൽ എൻ്റർ ആയപ്പോഴാണ്. പക്ഷെ അത് എൻ്റർ ആവാതിരിക്കൂ, പുറത്തുനിന്ന് നോക്കൂ. ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാളുടെ ചിറകുകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മാജിക്കൽ റിയലിസമായി. ഇനി ആ ചിറകുകളിൽ പുതിയ തൂവലുകൾ എന്ത് ചെയ്യാണ്, മുളയ്ക്കുകയാണ്. ആൻഡ് ഹീ ബിക്കെയിം സ്ട്രോങ്ങർ. അദ്ദേഹം കൂടുതൽ എന്താവുകയാണ്, ശക്തി ആർജിച്ച് വരികയാണ്. ഓക്കെ ആണല്ലോ, നോക്കൂ. വൺ ഡേ ഹീ ട്രൈ ടു ഫ്ലൈ. ഒരു ദിവസം നമ്മുടെ എലിസണ്ട കിച്ചണിൽ ഒനിയൻ, ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു, അല്ലേ, ഒരു വിൻഡ് ബ്ലോ ചെയ്തു. അപ്പോൾ പുറത്തേക്ക് നോക്കിയ സമയത്ത് എന്താണ് കാണുന്നത്, എലിസണ്ട കാണുന്നത് നമ്മുടെ ഓൾഡ് മാൻ പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഹീ ട്രൈ ടു ഫ്ലൈ. ഹിസ് ഫ്ലൈറ്റ് വാസ് സ്ലോ ആൻഡ് അൺസ്റ്റഡി. അദ്ദേഹത്തിൻ്റെ പറക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ അറ്റംപ്റ്റ്സ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റഡി ആയിരുന്നു, സ്ലോ ആയിരുന്നു, ക്ലംസി ആയിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര അരോചകമായിരുന്നു. ക്ലംസി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്. ഇപ്പോൾ ആ ഷെഡ് തകർക്കും, ഇപ്പോൾ ആ ഷെഡിൽ തട്ടി വീഴും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് അറ്റ് ലാസ്റ്റ് ഹീ ഫ്ലൂ ഇൻ ടു ദ സ്കൈ. ആഫ്റ്റർ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ആകാശത്തേക്ക് പതുക്കെ ഇങ്ങനെ പറന്നു പോവാണ്. എലിസണ്ട വാച്ച്ഡ് ഹിം ആൻഡ് ഫെൽറ്റ് റിലീഫ്. എലിസണ്ട ഇതിങ്ങനെ ദൂരെ പോകുന്നവരെ നോക്കി നിൽക്കുന്നുണ്ട്. ആ എലിസണ്ടയ്ക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ ആശ്വാസമാണ് തോന്നുന്നത്. ഷീ ഫെൽറ്റ് റിലീഫ്. അവിടെ ഒരു എന്താ പറയുക, ദയയും സഹാനുഭൂതിയും കമ്പാഷനും ഒന്നും അവിടെ ഇല്ല. റിലീഫാണ്. ഹി വാസ് നോ ലോങ്ങർ എ ബേർഡൻ ഇൻ ഹെർ ലൈഫ്. അവളുടെ പെർസ്പെക്റ്റീവ് ഇതാണ്. ഇനി ഒരിക്കലും ആ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ എന്താവില്ല, ഒരു ബേർഡൻ ആവില്ല, ഭാരമാവില്ല. ആൻഡ് ദിസ് ഈസ് ഹൗ ദ സ്റ്റോറി എൻഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കണം. അതിന് ഞാൻ നിങ്ങളെല്ലാവരെയും അസ്ത്ര ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ അസ്ത്ര ബാച്ചിലെ കുട്ടികൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ എഴുതിയ അതേ അഭിപ്രായങ്ങൾ, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ എഴുതിയ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ഈ പബ്ലിക് ലൈവിൻ്റെ അല്ലെങ്കിൽ ഈ പബ്ലിക് വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലാണ്. സോ ഉറപ്പായിട്ടും ഒരു മടിയും കൂടാതെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോകരുത്. ആൻഡ്
വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ കൊടുക്കും, നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡായി ഏറ്റവും സിസ്റ്റമാറ്റിക്കായി ഓരോ ചാപ്റ്ററും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഗംഭീരമായി പഠിക്കുന്നത് അസ്ത്ര ബാച്ചിലാണ്. അവിടെ നമ്മൾ ഓൾറെഡി ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് നിങ്ങൾ ഇനിയും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്, ആ ബാക്ക്ലോഗ് വെക്കരുത്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് 9995400800 എന്ന ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യാം, ഉറപ്പാക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈം, എനിക്ക് തോന്നുന്നു മെയ് 10 മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറോടുകൂടെ എന്ത് ചെയ്യാം, ആപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ആൻഡ് എഗെയിൻ ഇത് നമ്മുടെ Xylem ക്ലാസ് 10 2026-27 ബാച്ചിൻ്റെ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. സോ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചാനലിൽ ജോയിൻ ചെയ്യാം. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ടേക്ക് കെയർ എവറിബഡി. നിങ്ങൾക്ക് കാര്യമൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു എവറിബഡി. ഹസ്ത ല വിസ്ത.